തൃശൂരിലെ ATM കൊള്ളയിൽ പ്രതികൾ പിടിയിലായത് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്ന്. ഹരിയാന സ്വദേശികളെ പിടികൂടിയത് കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 3 ATMകളിൽ നിന്ന് കവർന്നത് 65 ലക്ഷം രൂപ. PV അൻവറിന് മറുപടിയുമായി മുഖ്യമന്ത്രി. എല്ലാ ആരോപണങ്ങളും തള്ളുന്നു. LDFന്റെ ശത്രുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശദമായി പിന്നീട് പ്രതികരിക്കുമെന്നും പിണറായി വിജയൻ. പ്രത്യാഘാതം ഭയക്കുന്നില്ലെന്ന് PV അൻവർ. മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ച PV അൻവർ MLA പ്രതിരോധിക്കാൻ CPIM. പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 2:30. അൻവർ പാല് കൊടുത്ത കൈക്ക് കൊത്തിയെന്ന് AK ബാലൻ. ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരോപണങ്ങളെന്ന് TP രാമകൃഷ്ണൻ. ADGPയെ 3-ാം ദിവസവും വിമർശിച്ച CPIM മുഖപത്രം ജനയുഗം. പൂര ദിവസം റവന്യൂ മന്ത്രിക്ക് സ്ഥലത്തെത്താൻ കഴിയാത്ത വിധം വഴിമുടക്കിയെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. സുരേഷ് ഗോപിക്ക് ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്താൻ അവസരമുണ്ടാക്കി. ഗൂഢാലോചനയുടെ മറ നീക്കുന്ന അന്വേഷണം അനിവാര്യമാണെന്നും ജനയുഗം. കൊച്ചിയിൽ ഒരാൾക്ക് Mpox സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നെത്തിയ ആൾ ചികിത്സയിൽ. ആരോഗ്യനില തൃപ്തികരം. തിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ DNA ഫലം കാത്ത് കുടുംബം. മൃതദേഹം വിട്ടു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും. നാളെ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷ. ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിൽ ദുരിതമനുഭവിച്ച യുവതി. പ്രസവത്തിനിടെ നൽകിയ കുത്തിവയ്പ്പിനെ തുടർന്ന് ശരീരം തളരുന്ന അവസ്ഥയെന്ന് 27-കാരി. 1.5 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ പോലും പരിചരിക്കാനാകുന്നില്ല. വേദന എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനത്തെ വേദന ഞാൻ അവിടെ അനുഭവിച്ചത്. ക്ഷമ ഡോക്ടർ അപർണ ഡോക്ടറിനും ഒരുപാട് ചീത്ത പറയലുണ്ട്. നിന്നെ തോന്നിച്ചാണ്, നിനക്കൊരു കുഴപ്പമില്ല. അമ്മനെ പുറത്താക്കിയിട്ട് ഉള്ളിൽ എന്നെ കയറ്റുക. PV ചെയ്യുമ്പോൾ ഞാൻ എന്തോ ദേഷ്യം പിടിച്ച പോലെ PV ഒക്കെ ചെയ്യാം. ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ.